നിനക്ക് നീ മതിയായിട്ടില്ലല്ലേ? ഇവളൊരുത്ത ഇതൊക്കെ വരുത്തി വെച്ചത്. ഇവൾ ആർജിയായിട്ട് ഇടയ്ക്കിടയ്ക്ക് മറ്റേ കോണാത്തിലെ വീഡിയോകൾ ചെയ്ത് ഏറി പോയിട്ടുണ്ടായിരുന്നു. സോഷ്യൽ മീഡിയ അല്ല കോടതി, കമന്റ് ബോക്സ് അല്ല നിങ്ങളുടെ വ്യക്തിത്വം നിശ്ചയിക്കുന്നത്. ബസ്സിൽ എത്രയോ തവണ ദുരനുഭവങ്ങൾ നേരിട്ടിട്ടുണ്ട്. വീഡിയോ എടുക്കുന്നത് പരാതി നൽകാൻ. ഒരു ഇരയെ കിട്ടിയ സന്തോഷത്തിൽ ആർപ്പ് വിളിക്കുന്ന റിവ്യൂ കമന്ററികളോട് പുച്ഛം മാത്രം. ഇതൊരു നടക്കി പോണ ലക്ഷണില്ല. ഞാൻ ഇവന്റെ രണ്ടെണ്ണം വാങ്ങിച്ചിട്ടേ പോവുള്ളൂ. സ്ത്രീ കടുങ്കൈ ചെയ്താൽ വീണ്ടും പ്ലേറ്റ് തിരിച്ചു വച്ച് പ്രാക്ടീസ് ചെയ്യുമായിരിക്കും. തെറ്റ് ചെയ്തവർ നിയമം മൂലം ശിക്ഷിക്കപ്പെടട്ടെ. സ്വയം പ്രഖ്യാപിത കോടതികൾ. അയ്യോ, അതിപ്പോ പുതിയതൊന്നും അല്ലല്ലോ, ഇവന്റെ സ്ഥിരം പരിപാടിയല്ലേ. ആ സ്ത്രീ എടുത്തു വെച്ച് തീർന്നിരുന്നെങ്കിൽ, സ്വയമേ തീർന്നിരുന്നെങ്കിൽ കൈയടിക്കുമായിരുന്നു. അവള് തീർന്നെങ്കിൽ കൈയടിക്കും. ഞാൻ വളരെ സന്തോഷമായിട്ട് ആനന്ദിച്ചുകൊണ്ട് ഒരു വീഡിയോ ഞാൻ ഇടുമായിരുന്നു. അവൾ അങ്ങനെ ചെയ്തു കഴിഞ്ഞു. കാരണം അവളെ പോലുള്ള ഒരുത്തിയെ ഇനി ഈ ഭൂമിക്ക് വേണ്ട. ഭാരം എന്തിനാണ് ഇങ്ങനെയുള്ളതൊക്കെ ഈ ഭൂമിക്ക് ഭാരമായിട്ട് ഇങ്ങനെ നിൽക്കുന്നത്? എത്രയോ ഇടിയും മിന്നലും വെറുതെ വാഴായി പോന്നു. ഇതിന്റെയൊക്കെ തലേ വീഴുന്ന മതി ഞാൻ പ്രാർത്ഥിച്ചു. ഞാൻ ഉള്ള കാര്യം പറയാം. എന്നാലും എന്താണ് ഈ പ്രാർത്ഥിക്കണത്? നന്നായിട്ട് പ്രാർത്ഥിച്ചോ, ഉടനെ തന്നെ അത് സംഭവിക്കും കേട്ടാ. എനിക്ക് ചോദിക്കാനുള്ള, നിന്റെ വീട്ടിലെ നിന്റെ തന്തയോ നിന്റെ സഹോദരനോ നിന്റെ ഭർത്താവോ ആർക്കെങ്കിലും ആണ് ഇതേ ഒരു അവസ്ഥ വന്ന് അവർ ഇതുപോലെ കടുംകൈ ചെയ്തിരുന്നെങ്കിൽ നീ ഇതുപോലെ വന്ന് തുപ്പോടി എന്നാണുണ്ടോ നിങ്ങൾക്ക്? എനിക്കും തോന്നിയത്. ഇതാ കുറ്റമാണെങ്കിൽ അവനെ വലിച്ചു കീറി പൊങ്കാലയിടാൻ ഞാൻ എല്ലാവരുടെ കൂടെ കാണും. പക്ഷെ ചെയ്യാത്തൊരു കുറ്റത്തിന് ഒരു നിരപരാധിയെ അവള് തീർത്തു. അവക്ക് വേണ്ടിയിട്ട് ന്യായീകരിച്ചും കൊണ്ടുള്ള രീതിയിലാണ് ഇവളുടെയൊക്കെ പോസ്റ്റുകൾ. നീ ഇരുന്നാ അറിയാണ്ടടാ മനുഷ്യരെ കുറച്ചൊക്കെ ഇതൊക്കെ വേണം. സപ്പോസ് എന്തെങ്കിലുമൊക്കെ വേണം. ആ വ്യക്തി മനം നൊന്ത് അങ്ങനെ ഒരു കടുങ്കൈ ചെയ്ത് ആ കുടുംബം വഴിയാധാരമായി. അതിനൊറ്റ കാരണം അവളുടെ ഒടുക്കത്തെ കണ്ടന്റ്, അവളെ അപ്പന്റെ ഉണ്ടാക്കിയ കണ്ടന്റാണ് ഈ ഒരു വിഷയം ഇങ്ങനെ എത്തിച്ചത്. 100% ഞാൻ യോജിക്കുന്നു. നിയമത്തിന്റെ വശത്തുനിന്ന് ഈ പറയുന്ന അഞ്ജലിക്ക് എന്തെങ്കിലും ശിക്ഷ വാങ്ങി അവർക്ക് കൊടുക്കാൻ പറ്റുമോ? പറ്റത്തില്ലല്ലോ. പിന്നെ വായും പൊട്ടി മിണ്ടാതിരി. നിനക്ക് നാണമുണ്ടോ? എടാ മുതുകാളെ, നിനക്ക് ഇതിന് എന്ത് സുഖം കിട്ടുന്നത്? എന്റെ കയ്യിൽ കിട്ടിയേ ഞാൻ അരിഞ്ഞു മുളകിട്ട് വെറുതെ തിന്നിടോ.